ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ നല്ല അടിപൊളി ഒരു സോയാ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ബീഫിനെ വെല്ലുന്ന ഒരു റോസ്റ്റ്. സോയാബീനിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് സോയാ ചങ്ക്സ്. ഇതിൽ മീറ്റിലുള്ളതിൻ്റെ അത്രയും പ്രോട്ടീനുണ്ട്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് എനാബിൾ ചെയ്യണേ. ഇതുവരെയും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വയ്ക്കാം. സോയാ ചങ്ക്സ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ വെന്തു. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. സോയാ ചങ്ക്സ് ഒരു സ്ട്രെയിനറിലേക്കിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു. എന്നിട്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതല്പം മുഴുത്തതാണ്. ഞാനിതൊരു 4ആയിട്ട് കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സോയാ ചങ്ക്സ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇതിലല്പം ഉപ്പും എരിവുമൊക്കെ ഒന്ന് പിടിക്കുവാൻ വേണ്ടിയാണ് ഇത് മാരിനേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. അതൊരല്പം കയ്യിലെടുത്ത് ഒന്ന് തിരുമ്മി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തില്ലായിരുന്നു. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിൽ ഈ പുളിയും ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സോയാ ചങ്ക്സ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അത് ചൂടായി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഒരു 2 സബോള ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സബോള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് ഗാർഡൻ ഫ്രഷ് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുമാതിരി ഒരു ഗോൾഡൻ കളറിലേക്കൊന്ന് മാറട്ടെ. സബോള നന്നായിട്ട് വഴന്നു. അതിൻ്റെ കളറൊക്കെ കണ്ടോ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ടൊമാറ്റോ കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതുമൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോയും വഴന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടിയവർ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇത് മാരിനേറ്റ് ചെയ്ത സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇനിയും 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഈ പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ വഴന്നു. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത സോയാ ചങ്ക്സ് കൂടി ആഡ് ചെയ്യാം. സോയാ ചങ്ക്സ് മാരിനേറ്റ് ചെയ്തപ്പോൾ കണ്ടോ ഉപ്പും എരിവും ഒക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഈ സോയാ ചങ്ക്സ്. ഇതിൽ എസൻഷ്യൽ മിനറൽസായ കാൽഷ്യവും അയണും പൊട്ടാസ്യവും മാഗ്നീഷ്യവും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. സ്ത്രീകളിൽ ഇത് ഈസ്ട്രജൻ്റെ കുറവിനെ പരിഹരിക്കുന്നു. വെയ്റ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണിത്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് കോൺസ്റ്റിപ്പേഷനെ തടയുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും വെള്ളം പോരാ,
കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്നുകൂടെ അടച്ചു വെക്കാം. നമ്മുടെ കറി ആയിട്ടുണ്ടോയെന്നൊന്ന് തുറന്ന് നോക്കാം. ഏറെക്കുറെ പറ്റിയിട്ടുണ്ട്. വെന്തിട്ടുണ്ടോയെന്നൂടെ ഒന്ന് നോക്കാം. വെന്തിട്ടുമുണ്ട്. ഇനിയും ഒന്നുകൂടി നമുക്ക് അടച്ചു വെക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് പറ്റിക്കോട്ടെ. നമ്മുടെ സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് നല്ലതുപോലെ വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനിയും ഇതിലേക്ക് 2 തണ്ട് ഗാർഡൻ ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അല്പം മല്ലിയില ഇടുന്നത് നല്ലതാണ്. ഇനിയും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ലാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയും നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ചപ്പാത്തിക്കും ചോറിനും ബ്രെഡിനും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു സൈഡ് ഡിഷാണിത്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് ബീഫിൻ്റെ അതേ എഫക്റ്റ് കിട്ടുന്ന ഒരു ഡിഷാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു, ലവ് യു ഓൾ.